ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യത്തെ റെസിപ്പീസ്. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യയിലെ കുറുക്ക് കാളിനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഒരു നേന്ത്രക്കായ, ഒരു കഷ്ണം ചേന നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട്. നേന്ത്രക്കായ തൊലി കളഞ്ഞതാണ്. അപ്പോൾ ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേന്ത്രക്കായും ചേനയും കഴുകി വെച്ചത്. ഇനി അതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വേവിക്കാൻ ആവശ്യത്തിന് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ അതിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് അല്പം ഒരു 1/4 സ്പൂണോളം അല്ലെങ്കിൽ ഒരു 1/2 സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നോക്കണം അടി പിടിക്കുമെന്ന്. അപ്പോൾ അന്നേരം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 മുറി നാളികേരം ചിരകിയത്, ഒരു 3 പച്ചമുളക്, ഒരു 1/4 സ്പൂണോളം അല്ലെങ്കിൽ ഒരു 1/2 സ്പൂണോളം ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരയ്ക്കാനായിട്ട് ഒരു 2-3 ടീസ്പൂണോളം തൈര് ചേർക്കാം. അപ്പോൾ വെള്ളം ഒഴിവാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചേന കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്, ചേനയും കായും. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ കലക്കി വെച്ച തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ഒരു ബൗളിൽ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായി കറക്കിയെടുത്താൽ മതി. അപ്പോൾ ചേന കഷ്ണമൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1-2 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നല്ല കുറുകി കിട്ടാനാണ് കുറുക്ക് കാളന്. അപ്പോൾ ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇളക്കി യോജിപ്പിക്കുകയാണ്. നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം, ജീരകം, പച്ചമുളകും കൂടി അരച്ചെടുത്ത് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം അരച്ചതാണ്, നല്ല പേസ്റ്റ് മാതിരി. നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണോളം എന്ന് വെച്ചാൽ 2-3 നുള്ള് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ചേർത്തിക്കുന്നത് ഒരു 1/4 സ്പൂണോളം ഉലുവ പൊടിച്ചതാണ്. അപ്പോൾ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ കാള നല്ലോണം കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഞാൻ ഇനി പാത്രം മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി വരുമ്പോൾ ഒരു 2 വറ്റൽമുളകും അതുമാതിരി 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില കരിഞ്ഞു പോകരുത്. അപ്പം ഇനി നമ്മൾ മൂപ്പിച്ചത് നമ്മൾ കാളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യയിലെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.